ഒരു മിഡിൽ ക്ലാസ് എന്ന് വന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ ലെവലിൽ എത്താൻ കഴിയുക? അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സാറാ ബയോടെക്. കാരണം അവിടെ നമ്മൾ സ്വന്തം വീട് പോലെയാണ് ഇപ്പോൾ ഓരോ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഓരോ ആളുകൾ. ഇപ്പോൾ ഒബീലിയ പ്രോജക്റ്റ് ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജിയാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി നമ്മുടെ രാജ്യം അംഗീകരിക്കാതെ മറ്റു രാജ്യത്താണ് ആദ്യം പോയി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഒബീലിയ പ്രോജക്റ്റ് ആദ്യമായിട്ട് അപ്രൂവ് ചെയ്യുന്നത് ദുബായിലാണ്. സോ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാതെ? ആ വിഷമം ഞാൻ ഒരിക്കൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ BDM വഴി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുക ചെയ്ത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ പ്രപ്പോസൽ കൊടുക്കുകയാണ്. ഇൻഫോ പാർക്കിന് കൊടുത്തു, ടെക്നോ പാർക്കിന് കൊടുത്തു, കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ശേഖർ സാർ, കേരള ക്ലൈമറ്റിക് അഡാപ്റ്റേഷൻ കൺട്രോൾ ബോർഡ്. അപ്പോൾ നമ്മൾ സംസാരിക്കുകയാണ്, നമുക്ക് ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യുക, ഗവൺമെൻറ് ഓർഡർ എടുക്കാൻ, ഗവൺമെൻറ് ടെൻഡർ വിളിക്കാതെ കൊടുക്കാൻ പറ്റുന്നതാണ് സ്റ്റാർട്ടപ്സുകൾക്ക് 3 കോടി രൂപയുടെ താഴെ വരെയുള്ള ടെൻഡർ കൊടുക്കാതെ. ഇപ്പോൾ ഇൻഫോ പാർക്ക് അപ്രൂവ് ആയി, കേരള ദുരന്ത നിവാരണ അതോറിറ്റി ഡയറക്ടർ അപ്രൂവ് ആയി. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോകത്ത് ആദ്യമായിട്ടുള്ള സർക്കുലർ എക്കോണമി ബേസ്ഡ് ആൽഗെ ഓക്സിജൻ ബാർ ബിൽഡ് ചെയ്യാണ് ഇൻഫോ പാർക്കിൽ. സോ ഇതൊരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നമുക്ക് വേണ്ടി അപ്രൂവ് ചെയ്ത് തരികയാണ്. ഇവർ ഞങ്ങളുടെ ഒരു കമ്പനിയാണ്, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി അവർ ഇൻഫോ പാർക്ക് കത്തയക്കാണ് സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ പറയാണ് ഞങ്ങളുടെ ആളാണ്, നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ ആരാണ് പറയുക? കറക്റ്റ്. പിന്നെ ഇപ്പോഴും നിങ്ങൾ അൺഎക്സ്പ്ലോർഡ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ട് വിദേശ രാജ്യത്തായിട്ട് പോകുന്നത് ദുബായിലേക്ക് പോവാണ്. ദുബായിലേക്ക് പോകുമ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനോട് പറയാണ് ഇങ്ങനെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ CIFTയോട് പറയാണ് ഇങ്ങനെ പോകുന്നത്, നമുക്ക് പരിചയക്കാരും. അതായത് ആദ്യമായിട്ട് ഒരാൾ ജോലി തേടി ദുബായി പോകുന്ന പോലെ നമ്മൾ ചെല്ലുകയാണ്, ഒരു ബെഡ് സ്പേസിൽ യാത്ര ചെയ്യാൻ ചെല്ലുകയാണ്. ICAI ഒരു ലെറ്റർ തരികയാണ്, ഇദ്ദേഹം ഞങ്ങളുടെ അണ്ടറിലുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ICAR ഇന്ത്യൻ എംബസിയിലേക്ക് മെയിൽ അയക്കുകയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി ഇന്ത്യൻ എംബസി സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇന്ത്യൻ എംബസി നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട്, ഈ പേപ്പറുമായിട്ട് നമ്മൾ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് ചെല്ലുകയാണ് ദുബായിൽ. അദ്ദേഹം പറഞ്ഞു അബുദാബി എംബസി ചെല്ലുന്നു, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾ ആരാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? ഇന്നും ഞങ്ങൾ അവിടെ ഒരു ഡീല് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ദുബായിലൊരു എഗ്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എംബസിയിൽ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൺസിഡർ ചെയ്യും, അവർ ചെക്ക് ചെയ്യും. ഇങ്ങനെ നമ്മളെ ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ആരാ നോക്കുക? അത്രയും സിസ്റ്റം നമുക്കുണ്ട്. പക്ഷേ പല കമ്പനീസും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അബദ്ധങ്ങൾ ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദുബായിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട്. നമ്മുടെ എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, എക്കണോമിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എല്ലാ ഫോറിൻ അഫയേഴ്സ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു എക്കോസിസ്റ്റം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ പലരും ഇപ്പോൾ എന്നോട് തമാശക്കാണെങ്കിലും സ്റ്റാർട്ടപ്പ് മിഷനിലെ സ്റ്റാഫ് പറയും, സ്റ്റാർട്ടപ്പ് മിഷൻ്റെ എല്ലാ എന്താ പറയുക, എല്ലാ അവസരങ്ങളും ഉപയോഗിക്കപ്പെടുന്ന നീ മാത്രമേ ഉള്ളൂ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിലെ ഞാൻ എൻ്റെ വീട്ടിലെ അമ്മയെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വരുണിനെ വിളിക്കാറ്. കാരണം വരുണ എന്തായി, മെട്രോ അപ്രൂവ് ആയോ, അല്ലെങ്കിൽ ടെൻഡർ എന്തായി, വരുണ ഞാൻ വിളിച്ച് നോക്കട്ടെ, വരുണ അപ്പോൾ വിളിച്ച് പറഞ്ഞ അറ ശരിയായില്ല, നമുക്ക് അടുത്ത ആഴ്ച നോക്കാം, ഓക്കെ KSDMA എന്തായി, അപ്രൂവ് ഇങ്ങനെ വരുണ വിളിച്ചുകൊണ്ടേയിരിക്കും. മീൻസ് വരുണ അതേപോലെ അവർക്കൊരിക്കലും മടുപ്പ് തോന്നാറില്ല. അവിടെ പിന്നെ വിളിക്കുന്ന രീതിയിൽ ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല, അവിടെ ഞാൻ ഇപ്പം നോക്കാം, ശരിയാക്കാം. ആ ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക്കലി പിന്നെ കുറ്റം പറഞ്ഞ് നടക്കാതെ അതിൻ്റെ പിന്നിൽ ശരിക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നടക്കുമെന്നാണ് നജീബ്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കാനുണ്ടാവും, നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത ആൾക്കാർ നമ്മളെ സഹായിക്കാനുണ്ടാവും. they will rally behind you to make it happen.